ഈ അങ്ങനെയുള്ളവരോടൊക്കെ പിന്നീട് സൗഹൃദം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളർന്നിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ്. നജീബ്, അടുത്ത പാട്ടിന് മുമ്പ് ഇയാൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. നജീബിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് ചോദിക്കും? ഭയങ്കര ബുദ്ധിയാണ്. എന്നെ ട്രോളാൻ വേണ്ടിട്ടാണോ വന്നത്? ബുദ്ധിയേ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊരു പാട്ട് പാടിയാൽ മതി. ഇപ്പൊ ആർക്കായിരുന്നു ബുദ്ധി? അതെ, ഇത്രയും നേരം പാട്ട് പാടിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും പാട്ട് തന്നെ ചോദിച്ചല്ലേ? നീയും കൂടി. എനിക്ക് ആ പാട്ട് പാടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയി സൊന്നാലും നീ എൻ കദലി, അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? കള്ളം പറഞ്ഞാലും നീ. അതാണ് സബ്ജക്ട്, ഇവിടുത്തെ സബ്ജക്ട് അതാണ്. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. கண்களால் கண்களில் தாயமாடினாய், கைகளால் கைகளில் ரேகை மாற்றினாய். பொய் ஒன்றை ஒப்பித்தாய், ஐயோ தப்பித்தாய். கண் மூடித்தேடத்தாய், கனவெங்கும் தித்தித்தாய். பொய் சொல்ல கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி. ഈ ഒരു ഘട്ടത്തിന് ശേഷം റൊമാൻറ്റിക് വോയിസുകൾ ശരിക്കും ഈ കാലഘട്ടത്തിന്റെ വോയിസ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നജീബിന്റെ ശബ്ദം അതിനൊരു ബെഞ്ച് മാർക്കായിരുന്നു. ഇപ്പോൾ ഹരിശങ്കറൊക്കെ പാടുന്ന പാട്ടുകൾ പോലെ ഹരിചരനുണ്ട്, ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പാടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവരാൻ. നമുക്കില്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് കാർത്തിക്കിനെയൊക്കെ വിളിച്ച് പാടിക്കും പോലെ നജീബ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പലരെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത്തരം ഒരു വോയിസ് കൊണ്ടുവന്ന നജീബായിരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നജീബിന്റെ സക്സസ്. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തമിഴ് പാട്ടിനോടും ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ കാർത്തിക് ആയിരുന്നെങ്കിലും ഇപ്പൊ ഹരിഹരൻ സാറ്, അപ്പൊ അവരുടെയൊക്കെ പാട്ടുകളും ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഓപ്പൺ സിംഗിങ് അല്ല. ചില പാട്ടുകൾ എല്ലാം ഹസ്കി കൊടുത്ത് ആവശ്യമുള്ള പാട്ടുകളാണ്. കാരണം ചില എല്ലാം അങ്ങ് ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ ഒരു ഫീല് പോകും. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പല പണ്ട് തൊട്ടേ ഇപ്പൊ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോഴും ലൈറ്റ് മ്യൂസിക് ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അന്ന് സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഫീലില് കുറച്ച് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പാട്ടിലൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പം ദേവാങ്കണം എന്നുള്ള പാട്ട് തന്നെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം. അത് എൻ്റെ ഒരു ശൈലി പാടിയതാണ്. അപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് എൻ്റെ ടോണിൽ അത് പാടിയ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം. അഴകിൻ പവിഴം പൊഴിയും, അങ്ങനെ പാടാം. അഴകിൻ പവിഴം പൊഴിയും നെഞ്ചിൽ. അപ്പൊ എനിക്ക് അതിലൊരു വ്യത്യാസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു രീതിയിൽ പാടുന്നത്. അപ്പൊ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനും സിനിമയിലോട്ട് കയറി വന്നത്. വളരെ, കാരണം എനിക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. വളരെ സ്ട്രഗിൾ ആയിരുന്നു കയറി വരാനും. പിന്നെ ഈ ഒരു ആ ഒരു പ്ലാറ്റ്ഫോം, ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള പ്ലാറ്റ്ഫോം ഏറ്റവും വലിയൊരു എന്താണ് നമുക്കൊരു വഴിത്തിരിവായിട്ടുള്ളൊരു. വേറെ ജോലി ഉണ്ടായിരുന്നു? ഇല്ലല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് മ്യൂസിക് കോളേജിൽ MA പഠിക്കുന്ന സമയത്ത് തന്നെ MP എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു, മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് സ്വാതിരുന്നാളിൽ. അപ്പം അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് കോമ്പറ്റീഷനിൽ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇത് സിനിമ എന്നുള്ളതാണ്. ഇതിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ജനങ്ങളിലേക്ക് എൻ്റെ പാട്ടെത്തണം,
അതിലൂടെ എനിക്ക് ഈ സിനിമയിൽ അവസരം കിട്ടണം. കാരണം വേറെ നമുക്കൊരു വാതിലുകളും ഇല്ല തുറക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പാട്ടെത്തിക്കാനായിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും പറയുന്നത് നമ്മുടെ ഒരു എയിം എന്താണ്, നമ്മുടെ പാട്ട് എല്ലാവരും അറിയുക എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും വലിയൊരു ഇതാണ്. അങ്ങനെ പോയി മത്സരിക്കാനാണ് പറഞ്ഞത്. ഒരു പാട്ടിനും കൂടെ സമയമായിട്ട് മാരുവിൽ കൂടെ നീർത്തും. അത് കാരണം ഇല്ലെങ്കിൽ വിട്ടുപോകും ഞാൻ. വിട്ടു നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് ഞാൻ പറയുമ്പോ പാട്ട് ഓർത്തോണ്ട് അല്ല, ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോ ഇനി പ്രേക്ഷകർ എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് വിചാരിച്ചു ഇനി ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിച്ച് ചെയ്താണ് ഞാൻ പാട്ടിൽ നിന്നൊരു ബ്രേക്ക് വരുന്നത്. ഇത് പറഞ്ഞല്ല, വിനു തോമസ് ആണ് ആ ചേട്ടനാണ് മ്യൂസിക് ചെയ്തേക്കണത്. അദ്ദേഹം ഡോക്ടർ ലവായിട്ടുള്ള ബന്ധമാണ്. അതിനു മുമ്പേ പരസ്യങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മ്യൂസിക് എന്ന എല്ലാ സിനിമകളിലും എങ്ങനെയെങ്കിലും ഒരു പാട്ട് തരാറുണ്ട്. അങ്ങനെ കിട്ടിയൊരു ഭാഗ്യം ദൃശ്യം എന്ന സിനിമയിൽ അത്രയും വലിയൊരു ഹിറ്റായ സിനിമ. അത് പ്രൗഡായിട്ടല്ലേ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴൊക്കെ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു, കാരണം അത്രയും വിജയം സക്സസ് ആയിരുന്നു. അതുപോലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ക്രൂവും ഒക്കെ ആയിരുന്ന അതിന്റെ കൂടെ നജീബിനും പോയി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും. അഭിമാനം. ചേട്ടൻ പക്ഷെ നല്ല വർക്കൗട്ട് ചെയ്തിട്ടാണേ. പക്ഷെ സാധാരണ ഇങ്ങനെ എല്ലാരും ചെയ്യൂലേ, ചോദിക്കൂലോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാം, ചേട്ടൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. പറഞ്ഞൂടെ? വേണ്ട, ഇപ്പം ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ഒരു ബ്രേക്ക് ഉണ്ട്, എനിക്ക് എന്നെ കുറച്ച് പുകഴ്ത്താനുണ്ട്. പക്ഷെ അങ്ങനല്ല, സാധാരണ ആൾക്കാരില്ലേ, സാധാരണ മീൻസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചേട്ടൻ ചെയ്യുന്നത് ഒരാളെ കുറിച്ച്, ചേട്ടൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്തിട്ടാണ് ചേട്ടൻ ക്വസ്റ്റ്യൻ ഓരോന്നും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനല്ല, എന്റെ അടുത്ത് ചോദിച്ചതൊന്നും അങ്ങനെയല്ല. പക്ഷെ ഇപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചതെല്ലാം മഹാ ചീത്ത ചോദ്യമായിരുന്നു. ശരിക്കും പുകഴ്ത്തിയതല്ല, എന്നെ കത്തിയാണ്. ഡിലീറ്റ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരാളെ നോക്കുമ്പോ, ഒരാളെ വീക്ഷിക്കുമ്പോഴല്ല, ഒരാളോട് എങ്ങനെ സഭ്യമായി മര്യാദയ്ക്ക് ചീത്ത വിളിക്കാന്നുള്ള ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഇപ്പൊ പിടിയിട്ട് നജീബ് പറഞ്ഞത് ചീത്ത വിളിക്കാൻ അറിഞ്ഞു, തന്നെ ചീത്ത എങ്ങനെ പറയാം പറഞ്ഞതിന്റെ സാരാംശം എന്തെങ്കിലും പറയണ്ടേ നല്ലതെന്തെങ്കിലും പറയണ്ടേ? വീണ്ടും കുത്തുവാക്ക് എന്തെങ്കിലും ചേട്ടനോക്കി പറയണ്ട കേട്ടോ. അങ്ങനല്ല, പാട്ടൊക്കെ പാടാൻ പറഞ്ഞല്ലേ, കൊണ്ട് ഇത്രയും പാട്ട് പഠിച്ചല്ലേ, എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണ്ടേന്ന് വിചാരിച്ചു. അങ്ങനല്ല ചേട്ടാ, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ വേ ഓഫ്, ആ രീതി ഇല്ലേ, ക്വസ്റ്റ്യന് ചോദിക്കുന്ന ആ രീതി എന്നുവെച്ചാ വേറൊരു തലത്തിലേക്കും പോകുന്നില്ല. നന്നായിട്ട് തന്നെ ഒരാളെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയച്ചു ചോദിക്കുന്നത്. പ്രത്യേക അന്വേഷണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രേക്ഷകരാണ് എന്റെ ശക്തി. ഞാൻ ഉമ്മ അങ്ങനെ ആളുണ്ടല്ലോ, രജനീഷ്, അങ്ങനെ പേരൊക്കെ എടുത്ത് കറക്റ്റായിട്ട്. അപ്പൊ അവരൊക്കെ നല്ല നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര പ്രത്യേകം ഒരു അന്വേഷണം. നിങ്ങൾക്കൊക്കെ ഒരു വിലയില്ലെങ്കിലും എനിക്ക് അങ്ങനെ കുറെ പ്രേക്ഷകരുണ്ട്, മനസ്സിലായില്ലേ? അല്ല, ചേട്ടൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഉമ്മച്ചി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ ചോദിക്കുന്നൊക്കെ ഒരു ബ്രേക്ക്, പാട്ട് വരാൻ ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് പാട്ട് പാടിച്ചില്ല. അടിയിൽ എങ്ങനെ ഇത് സംസാരിച്ചോണ്ട് പോകുന്നത് ആലോചിച്ചോണ്ട് അപ്പൊ വീണ്ടും പാട്ട് പാടും. പണിയെടുത്തിട്ട് പോയാൽ മതി, പണിയെടുക്കുക എന്നുള്ളത്. മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടോമൽക്കുരുന്നും മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി. ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണെന്നുള്ളതാ. അത് നമുക്കൊരു വേറൊരു ഊർജ്ജമാണ്. ഇടയ്ക്കൊക്കെ മാത്രമാണ് ഈ വിജയിക്കുന്ന സിനിമകളിൽ
വിജയിക്കുന്ന പാട്ട് കിട്ടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ പാട്ട് ഹിറ്റായിരിക്കും, പാട്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ടാവും, പക്ഷെ സിനിമ ഹിറ്റാവാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള കാലത്ത് കൂടുതലും സിനിമ ഹിറ്റായാലും മാത്രമാണ് പാട്ട് ശ്രദ്ധിക്കുന്ന അവസ്ഥ. ഒരുപാട് പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ സിനിമയിൽ പാട്ടുകൾ കുറവാണ് ആക്ച്വലി. പാട്ടുണ്ട്, പക്ഷേ അതിന്റെ വേറൊരു രീതിയിലായി. പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പൊ റീൽസ് വഴി പാട്ട് ഹിറ്റ്, അതിനു വേണ്ടി പാട്ടുണ്ടാക്കുക. ഇപ്പൊ എന്താണ് ജനങ്ങളിലോട്ട് എങ്ങനെയാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ആണല്ലോ, ഒരു പാട്ട് വഴി എത്തുമ്പോഴത്തേക്ക്. നജീബിനൊക്കെ ഏത് കുപ്പിയിലേക്ക് ഇറങ്ങാൻ പറ്റും, കുഴപ്പമില്ല. ഈ വോയിസ് ഉണ്ടല്ലോ, കുറെ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. ഇനി പാട്ടിന്റെ ഒരു ബ്രേക്കോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഒരു പാട്ട് നീ പാടും. പാട്ട് പാടും. അല്ല അത് വേണം പാടുന്നില്ലേ? അത് പാടാനല്ല, ഞാൻ പാടുന്നത് ചിന്ന ചിന്ന ആസ. എനിക്ക് പണ്ട് ഇഷ്ടമുള്ള ചേച്ചിയുടെ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ, ചേച്ചിയുടെ ഫാനാണല്ലേ. പക്ഷെ പാടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മള് ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ മുത്തു മുത്ത് ആസൈ മുടിഞ്ഞു ആസൈ വെണ്ണിലവ് തൊട്ട് തമിഴാസൈ പതിരവായി നേരം കുളിരം വീട് അതിലോട്ടങ്ങ് പോകും. നമ്മളെ പോലെ അറിയില്ല, നീ അതല്ലല്ലോ തുടങ്ങിയത്. കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇരുന്ന് പാട്ടാ ആണല്ലേ. പാട്ട് പാടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പ്ലീസ് എന്നാ പാതിരവായി നേരം ആയിക്കോട്ടെ. പതിരവായി നേരം പനിനീർക്കുളിരമ്പിലി എൻ്റെ മനസ്സിലെ മച്ചും മെലന്തിനുറങ്ങാതലയുന്നു നീ. രാരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടി താഴെ തണുപ്പിൻ്റെ കിളിപ്പാഴയിൽ ഉറങ്ങാതലയുന്നു നീ. അതെ അടിപൊളിയല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കോ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പാടിക്കും. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീര മോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും ഈ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. ശരിക്കും എന്തെങ്കിലും ഫീൽ ചെയ്തോ? മോശമായിപ്പോയോ? ഇഷ്ടപ്പെട്ടോ ഇന്റർവ്യൂ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതന്നെ പറഞ്ഞ. സത്യമായിട്ട് പറയണോ? ഇല്ല ചേട്ടാ, കറക്റ്റ് ആയിട്ട് സാധാരണ നോർമലി ചെയ്യുന്ന കൂട്ടല്ല. എൻ്റെ അടുത്ത് കുറെ ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞില്ലേ, ചിലപ്പോൾ അതിൽ തെറ്റ് കാണും ശരി കാണും, പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എനിക്ക് ചിലപ്പോൾ എൻ്റെ വായിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ ചേട്ടൻ ഐഡിയൽ ആയിട്ട് തന്നെ. നജീബിനോട് ആദ്യം ഒന്നും ചോദിച്ചില്ലല്ലേ? ഇല്ല, ചോദിച്ചു. നന്ദി അറിയിക്കുന്നു. നന്ദിയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഇന്റർവ്യൂ ഇതാണ്. എല്ലാം പുറത്തെടുപ്പിച്ചു. അതെ, സാധാരണ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഭയങ്കര ചോദിക്കും, എന്തെങ്കിലും പറയുമായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ ഇതങ്ങനല്ല, ഇത് ഞാൻ എന്തോരം സംസാരിച്ചത്. ഞാൻ ഇപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേ നോക്കുന്ന കുറേ ഞാനിരുന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അധികം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി. ആ സ്നേഹം എനിക്കും കിട്ടിയിട്ടുണ്ട്. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ്